കെ സജീഷിലേക്ക്. സജീഷ്, ഇപ്പോൾ DC-ക്ക് കൊടുത്തോ അതോ മാതൃഭൂമിക്ക് കൊടുക്കാനിരുന്നോ എന്നതല്ലല്ലോ പാർട്ടിക്ക് പ്രശ്നം. പാർട്ടിയെ സംബന്ധിച്ച് പുറത്തു വന്ന വിവരങ്ങളാണ്. അത് EP-യുടെ ഭാഷയാണ്, EP-യുടെ അനുഭവങ്ങളാണ്. ആ അനുഭവത്തിൽ അവിടെ പ്രതിരോധത്തിലാകുന്നത് പാർട്ടിയാണ്, പ്രതിരോധത്തിലാകുന്നത് സംസ്ഥാന സെക്രട്ടറിയാണ്, മുഖ്യമന്ത്രിയാണ്. ഇതിൽ EP-ക്ക് കൃത്യമായ മറുപടി നൽകേണ്ടി വരില്ലേ? ഇപ്പോൾ പുറത്തു പറയുന്ന വിശദീകരണങ്ങളിൽ പാർട്ടിയും ഇപ്പോൾ EP-യുടെ മറുപടിയിൽ തൃപ്തരാണ് എന്ന രീതിയിലുള്ള പ്രതികരണം നടത്തുന്നു. ഇതിപ്പോൾ 20-ാം തീയതി വരെയുള്ള താൽക്കാലിക ക്രമീകരണമായിട്ട് മാത്രം കണ്ടാൽ പോരെ സജീഷ്? സ്മൃതി, തീർച്ചയായിട്ടും CPM-ന് മുന്നിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഉപതെരഞ്ഞെടുപ്പാണ്. പാലക്കാടും ചേലക്കരയും വയനാടുമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനമെങ്കിലും കാഴ്ചവെക്കുന്നതാണ് CPM-ന്റെയും സർക്കാരിന്റെയും മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് EP നിരന്തരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ആളായിട്ടുകൂടി ആ വിവാദ വിഷയം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകാൻ അനുവദിക്കാത്ത വണ്ണം ഒരു പ്രതികരണങ്ങളിലേക്ക് CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ പോയത്. പക്ഷേ അത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന സൂചന നമുക്ക് ഇപ്പോൾ തന്നെ നൽകാൻ കഴിയും. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ EP-ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പ്രധാനമായും 3 തലത്തിലാണ് പാർട്ടിയെ EP ജയരാജൻ വെല്ലുവിളിയിലാക്കിയത്. ആത്മകഥയിലെ പരാമർശങ്ങൾ ഭാഗങ്ങൾ പുറത്തു വന്നതിൽ ഒന്ന്, രണ്ടാമത്തെ പിണറായി സർക്കാർ ദുർബലമാണ് എന്ന ഒരു വാദം EP ജയരാജൻ മുന്നോട്ട് വെക്കുന്നു. മറ്റൊന്ന്, ഈ P സരിൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിന്നിൽ ഈ P സരിനെ നിർത്തിയത് വലിയ മണ്ടത്തരമാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് മുന്നോട്ട് വരുന്നു. മൂന്നാമത്തെ കാര്യം, പാർട്ടി LDF കൺവീനർ സ്ഥാനത്ത് തന്നെ നീക്കിയത് ഉൾപ്പെടെയുള്ള അമർഷവും ആക്ഷേപവും അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും നേരെയുള്ള വളരെ ശക്തമായ കടന്നാക്രമണം തന്നെയാണ് എന്ന് പാർട്ടി നേതൃത്വം ഇതിനകം വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ, തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ EP ജയരാജനെതിരെ കൂടുതൽ നടപടിയെടുത്താൽ അത് പാർട്ടിയെയും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെയും നിർണായകമായി സ്വാധീനിക്കും എന്ന ഒരു കാര്യം നേതൃത്വത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൽക്കാലത്തേക്ക് EP ജയരാജനെതിരെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് സംസ്ഥാന സെക്രട്ടറി പോകാത്തത്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്റെ കാര്യം വിശദീകരിക്കുമെന്ന് EP ജയരാജൻ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് നടന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തനിക്കിതിൽ ഉത്തരവാദിത്തമില്ല. EP കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം നമ്മൾ കണ്ടതാണ്. താനിത് ആർക്കും പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ടില്ല, DC ബുക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, DC-ക്കും മാതൃഭൂമിക്കും കൊടുക്കാൻ ആലോചിച്ചിരുന്നു. പക്ഷേ അതിൽ മറ്റൊരു തരത്തിലുള്ള നടപടികളിലും താൻ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ താൻ നിയമ നടപടികളിലേക്ക് പോവുകയാണ്. അക്കാര്യം ഊന്നിക്കൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് EP ജയരാജന്റെ പ്രതികരണം വന്നത്. ഈ കാര്യം സംസ്ഥാന നേതൃത്വമോ പാർട്ടിയിലെ ഉന്നത നേതാക്കളോ മുഖവിലക്കെടുക്കുന്നില്ല. EP ജയരാജൻ നടത്തിയ പരാമർശം അല്ലെങ്കിൽ EP ജയരാജൻ്റെതായി വന്നു എന്ന് പറയപ്പെടുന്ന ഈ പരാമർശങ്ങൾ EP-യുടെ തന്നെ എന്നൊരു വിശ്വാസമാണ് നേതൃത്വത്തിനുള്ളത്. പക്ഷേ അദ്ദേഹം അറിയാതെ അത് പ്രസിദ്ധീകരിച്ചു എന്ന വാദം പാർട്ടി നേതൃത്വം മുഖവിലക്കെടുക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ EP ജയരാജനെതിരെ കടുത്ത വിമർശനം ഉയരും എന്ന് തന്നെയാണ് സൂചന. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും EP പാർട്ടിക്കുണ്ടാക്കിയ വെല്ലുവിളിയും ക്ഷതവും ആഘാതവും എത്രയാണെന്ന് കൃത്യമായ ബോധ്യമുണ്ട്. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നാലും തൽക്കാലം ഒരു നടപടിയിലേക്ക് സെക്രട്ടേറിയറ്റ് യോഗം കടക്കാൻ സാധ്യതയില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് 20-ാം തീയതിക്ക് ശേഷം EP ജയരാജനെതിരെ ഏതു സമയവും നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ശരി, അരുൺ സോളമനും K സജീഷുമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം നേതാക്കൾ ഇക്കാര്യത്തിൽ എത്രത്തോളം പരസ്യ പ്രതികരണം നടത്തും എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും യോഗത്തിലെത്തുമ്പോൾ EP എന്തായാലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല.